അവന് തസ്ബീത്തിനെ ചോദിക്കണേ. അവൻ ചോദിക്കപ്പെടാൻ പോവുകയാണ്. മാലാഖമാർ അവനോട് ചോദിക്കാൻ പോകുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ, ഒരു ഉറപ്പ് കിട്ടാൻ നിങ്ങൾ അവർക്ക് തസ്ബീത്തിനെ ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തസ്ബീത്ത് ചോദിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ദുആയാണ്. തൽഖീനും തസ്ബീത്തിന്റെയും മഅന ഒന്ന് തന്നെയല്ലേ? തൽഖീനിനെ സംബന്ധിച്ച് വന്ന ഒരു ഹദീസിന്റെ ഒരു ദുഅഫ് മാത്രം പറഞ്ഞിട്ട് അത് ബിദ്അത്താണെന്ന് പറയുന്നത് എത്ര തെറ്റാണെന്ന് വഴി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർസ്ഥാനിലേക്ക് വരുന്നവരോട് പഠിപ്പിച്ച ഒരു ദുആയുണ്ട്. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ വീട്, വിശ്വാസിനികളുടെ ഭവനമേ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവട്ടെ. അങ്ങനെയാണ് ദുആ ഇരക്കേണ്ടത്. യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഅഖിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവർ, ഇനി വരാൻ പോകുന്ന, മരണപ്പെടാൻ പോകുന്നവർ എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു ഉദ്ദേശിക്കുമ്പോ ഞങ്ങളും നിങ്ങളോടുകൂടെ വന്നു ചേരേണ്ടവരാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ സലാം പറയണം. അവര് കേൾക്കുന്നവരാണ്. കേൾക്കാത്തവരോട് എന്ത് സലാം? മണ്ണ് പോലെ കിടക്കുകയാണ്, കല്ലാണെങ്കിൽ അവരോട്, ജീവനുള്ളവരോട് പറയുന്ന അഭിസംബോധന. മരിച്ചു കിടക്കുന്ന ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ അവിടെ സലാം വേണ്ടി പറയാൻ വേണ്ടി പറയോ? ശറഅ് മിനിമം ഏത് കൊച്ചു കുഞ്ഞിനും അറിയുന്നൊരു വസ്തുതയാണത്. ശറഅ് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാർ, വീട്ടുകാരോട് സലാം. ഇതൊരു വീടാണ്, അവിടെ നടക്കുന്ന ലോകം നമുക്കറിയില്ലെന്നേ ഉള്ളൂ. ഈ വിഷയം നമ്മൾ കൊമ്പോൽ കഴിഞ്ഞ മാസം അങ്ങനെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. മരിച്ചുപോയ ആളുകൾ കേൾക്കുന്ന രീതികളും അവർ മറുപടി തരുന്ന അവസ്ഥകളും ഒക്കെ. ആ വിഷയമല്ല നമ്മുടെ ഇന്നത്തേത്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? ഒന്ന്, അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാം. നമ്മുടെ സ്വന്തമായ ഫറലായ ഹജ്ജ് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫറലായ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാം, അവരുടെ പേരിൽ ഉംറ ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖസ്അം ഗോത്രക്കാരിയായ ഒരു പെണ്ണ്, ജാഅത് ഇംറഅത്തുൻ മിൻ ഖസ്അം മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജത്തുൽ വിദാ നടക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് ഖസ്അമി ഗോത്രക്കാരിയായ ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫരീളത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദ്റകത് അബീ ശൈഖൻ കബീറാ. നബിയേ, അല്ലാഹു നിർബന്ധമാക്കിയ ഹജ്ജ് എന്റെ വൃദ്ധനായ പിതാവിന് നിർബന്ധമാണ്. പക്ഷേ ലാ യസ്തതിഉ റുകൂബ അല റാഹില, എന്റെ പിതാവിന് വാഹനം കയറി യാത്ര ചെയ്യാൻ കഴിയില്ല നബിയേ. അഫാ ഹജ്ജു അൻഹു, എന്റെ പിതാവിന് പകരം, അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പിതാവിന് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ? ഖാല ഹുജ്ജി അൻഹു, നിങ്ങൾ ആ പെണ്ണിനോട്, മകളോട് പറഞ്ഞു, മോളെ, നിങ്ങളുടെ പിതാവിന് പകരമായി നിങ്ങൾ ഹജ്ജ് ചെയ്തേക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ലെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടെ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് ചെയ്യാൻ പറ്റും. ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി കർമ്മം ചെയ്തു, ഒരാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ. ഇനി പറയും, സാധാരണ അതാ പറയാ, വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നവർ ഈ ഹദീസിന് എങ്ങനെ അർത്ഥം വെക്കുക? ആ മകള് ചെയ്തത് വാപ്പാക്ക് കിട്ടുന്നല്ലേ നബി തങ്ങൾ പറയുന്നത്? മകള് ചെയ്ത ഹജ്ജിന്റെ കൂലി ആർക്ക് കിട്ടും? മകൾക്ക് കിട്ടുന്ന പോലെ ആർക്ക് വേണ്ടി ചെയ്തുവോ ആ പിതാവിനും കിട്ടും. ഇത് സ്വഹീഹായ ഹദീസല്ലേ? ഹദീസുകൾ മനസ്സിലാക്കാതെ ഈ ആയത്തർത്ഥം വെക്കുന്ന അപകടം. പരിഭാഷ വായിച്ച് പാംഫ്ലെറ്റേറിയൻ നാടുകളിൽ, നഗരങ്ങളിലൊക്കെ ഖുതുബ ഓതുന്നുണ്ട് ഇവരൊക്കെ. എന്തായിരിക്കും ആ ഖുതുബയുടെ അവസ്ഥ? അല്ലാഹു അഅലം. എത്ര അപകടമാണ്! പച്ചയായ ഹദീസിന്റെയും ആയത്തിന്റെയും പച്ചയായ അർത്ഥം, ആശയം മനസ്സിലാക്കാതെ ആയിരക്കണക്കിന് ഹദീസുകൾ ഉണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. അതൊക്കെ ഇരുന്ന് കൊല്ലങ്ങളോളം ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഇരുന്ന് പട്ടിണിയും വിശപ്പും സഹിച്ച് കാലങ്ങളോളം ക്ഷമയോടുകൂടെ കിതാബ് ഓതി പഠിക്കുക എന്ന് പറയില്ലേ? ഇവര് വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണ്. അതൊക്കെ ഒരു ബുഖാരിയുടെ പരിഭാഷ വായിച്ചാൽ കിട്ടൂലേ? കിട്ടില്ല മുഅ്മിനെ, കിട്ടില്ല. ദീനിന്റെ മസ്അല പറയരുത് ദയവ് ചെയ്ത് ഇത്തരക്കാരായ ആളുകൾ. ആലിമീങ്ങൾ എന്തു പറഞ്ഞു എന്ന് അവരുടെ കിതാബുകൾ പരിശോധിക്കണം.
എന്ത് വിഷയം പറഞ്ഞാലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്താൽ കൊടുക്കാൻ പറ്റൂ, അവനവൻ ചെയ്തതല്ലാതെ കിട്ടൂലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതോ ഈ ഹദീസ് നിങ്ങൾ കണ്ടോ? ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുനനിൽ കൊണ്ടുവന്നത്, ഇമാം അബൂ ദാവൂദ് ത്വയാലിസി അവരുടെ മുസ്നദിൽ, ഇമാം ദാരിമി അവരുടെ സുനനിൽ, ഇമാം മുസ്നദിൽ അഹ്മദ് എന്നവരുടെ മുസ്നദിൽ, അത് മാത്രമല്ല സ്വഹീഹൈൻ ഇമാം ബുഖാരി മുസ്ലിമും അടക്കം കൊണ്ടുവന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ മറ്റൊരാൾ വരുന്നു. അന്ന റജുലൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ വന്ന് ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉഖ്തി നദറത് അൻ തഹജ്ജ, എന്റെ പെങ്ങൾ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു നബിയേ, വ ഇന്നഹാ മാതത് ഖബ്ല അൻ തഹജ്ജ നബിയേ അഫഹജ്ജു അൻഹാ, എന്റെ പെങ്ങൾക്ക് പകരമായി എനിക്ക് ആ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? പെങ്ങള് ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു, പെങ്ങള് മരിച്ചുപോയി, ആ പെങ്ങൾക്ക് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഹബീബായ നബി തങ്ങൾ ചോദിച്ച ചോദ്യം, അറഅയ്ത ലൗ കാന അലാ ഉഖ്തിക ദൈനുൻ അകുൻത ഖാദിഹി, നിങ്ങളുടെ പെങ്ങൾക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ? തങ്ങൾ ചോദിച്ചു, ആ പെങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടുമോ? ഖാല നഅം, തീർച്ചയായും നബിയെ ഞാനത് വീട്ടും. ഹബീബായ തങ്ങൾ മറുപടി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖലാ, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ കടമാണ് ഏറ്റവും ആദ്യം വീട്ടേണ്ടത്. ആ പെങ്ങൾക്ക് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്യണം, ആ പെങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും, അവരുടെ കടം വീടുകയും ചെയ്യും. ഒരു മനുഷ്യൻ ചെയ്തതേ കിട്ടൂ എങ്കിൽ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഈ ഹദീസ് എവിടെയുണ്ട് എന്ന ചോദ്യം സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലുണ്ടല്ലോ. അതിനപ്പുറം പറയണ്ടല്ലോ. ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്, തബറാനിയുടെ മുഅ്ജമുൽ കബീറിലുണ്ട്, ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലുണ്ട്, ഇമാം ദാരിമിയുടെ സുനനിലുണ്ട്, അബൂ ദാവൂദ് ത്വയാലിസിയുടെ മുസ്നദിലുണ്ട്, ഇമാമുൽ മുൻതഖ ഇബ്നുൽ ജാറൂദ് ഇമാം ഇബ്നുൽ ജാറൂദ് തങ്ങൾ ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസ്, സ്വഹീഹായ ഹദീസ്. ബുഖാരി ഇമാം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ധാരാളം. അള്ളാഹുവിന്റെ കടം അതാണ് ഏറ്റവും വലുത്. സാമ്പത്തിക കടം നിങ്ങൾ വീട്ടിലെ മരിച്ചുപോയ മയ്യത്തിന് പകരം, അതുപോലെ അള്ളാഹുവിന്റെ കടങ്ങളും നിങ്ങൾ വീട്ടേണ്ടവരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഒരു മനുഷ്യൻ അയാൾ ചെയ്തതല്ലാതെ കിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകളൊക്കെ, ഈ ഹദീസുകൾ കൂടി മനസ്സിലാക്കിയിട്ടേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. ജുഹൈന കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹബീബായ നബിയോട് വന്ന് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, എന്റെ പിതാവിന് ഹജ്ജ് നിർബന്ധമായിരുന്നു, ആ പിതാവിന് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ? നേരത്തെ ഖസാം ഗോത്രക്കാരിയായ പെണ്ണ് ചോദിച്ച പോലെ ജുഹൈന ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ചോദിച്ചു. സ്വഹീഹായ ഹദീസാണല്ലോ ഇത്. ഹുജ്ജി അൻ നബീകി, നിങ്ങളുടെ പിതാവിന് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം ഉപകാരം ചെയ്യണം. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലും ഉപകാരം ചെയ്യാൻ പറ്റും. അല്ലാഹു കേൾക്കുന്നവനല്ലേ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങളെ അല്ലാഹു എങ്ങനെയാണ് തട്ടിക്കളയുന്നത്? എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കാതിരിക്കുക? ഒരു മനുഷ്യന്റെ കടം, ആ മനുഷ്യന്റെ കടം മറ്റൊരാള് വീട്ടിയാൽ കടം വീടുമല്ലോ. ഇത് ആർക്കും അറിയുന്ന ഒരു ഹദീസാണ്. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യനെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഹാനൂത്ത് പുരട്ടി കൊണ്ടുവന്ന് കിടത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വന്നു. മുത്തനബി തങ്ങൾ അടുത്തേക്ക് എത്തിയിട്ട് സ്വഹാബികളോട് ചോദിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട് നബിയെ, 2 ദീനാർ 2 സ്വർണ്ണ നാണയം ആരോടോ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട്, ആ കടം തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെങ്കിലും കടം വീടാനുള്ള സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല നബിയെ, 5 പൈസ ഇല്ലാത്ത ആളാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു. സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു
മഹാനവറുകൾ മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയേ, ഹുമാ അലയ്യ ഫസല്ലി അലൈഹി, ആ 2 ദീനാർ ഞാൻ വീട്ടാം നബിയേ, അങ്ങ് ആ മനുഷ്യന് വേണ്ടി നിസ്കരിക്കാതിരിക്കരുതേ, അങ്ങ് നിസ്കരിക്കൂ നബിയേ, ആ 2 ദീനാർ ഞാൻ വീട്ടിക്കൊള്ളാം. ആ ഏറ്റെടുക്കൽ നടന്നപ്പോ മുത്തുനബി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിലുണ്ട്, ഇമാം ഹാക്കിം എന്നിവരുടെ മുസ്തദറക്കിലുണ്ട്, അബൂ ദാവൂദ്, നസായി പോലെയുള്ള സുനന്റെ ഇമാമിങ്ങളുടെ സുനൻ കിതാബുകളിലുണ്ട്. വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. മറ്റൊരാൾ വീട്ടിയാൽ ആ മനുഷ്യന്റെ കടം വീടുന്നു. മുത്തുനബി തങ്ങൾ കണ്ടപ്പോ ചോദിച്ചു, അബൂ ഖതാദ, ആ 2 ദീനാറിന്റെ വിഷയം എന്തായി, നിങ്ങൾ വീട്ടിയോ എന്ന് ചോദിച്ചു. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയേ, ഇല്ല, വീട്ടിയിട്ടില്ല, ഞാനത് വീട്ടാൻ പോവുകയാണ്. 2ാമത്തെ ദിവസം ചോദിച്ചു അബൂ ഖതാദ തങ്ങളോട്. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല നബിയേ, മരിച്ചിട്ടില്ലേ ഉള്ളൂ, 2 ദിവസമല്ലേ ആയുള്ളൂ. 3ാമതും ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ഹബീബായ നബിയെ കാണുമ്പോൾ ഇത് ചോദിക്കുമെന്ന് ഉറപ്പാണ്. മുത്തുനബി തങ്ങൾ വീണ്ടും കണ്ടപ്പോൾ ചോദിച്ചു, അബൂ ഖതാദ, ആ കടം വീടിയോ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു നബിയെ, ഞാൻ കടം വീട്ടിയിട്ടുണ്ട്. അൽആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ തൊലിക്ക് തണുപ്പ് കിട്ടിയത്. അബൂ ഖതാദ, നിങ്ങൾ കടം വീടുന്നവരെ അദ്ദേഹം ഹിസാബിന്റെ ചൂടിലായിരുന്നു, ഇപ്പോഴാണെന്ന് തണുത്തത്. കടം വീടിയപ്പോ കടം ബാക്കി വെച്ച് മരിക്കുന്ന മയ്യത്തുകള് മക്കൾ ഓർക്കണം, വാപ്പാക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും എന്ന് പറയുമ്പോ വാപ്പയുടെ കടം വാപ്പയാവട്ടെ, ഞങ്ങൾ മക്കളെന്തറിഞ്ഞു, വാപ്പ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഇതൊന്നും പറയാൻ പാടില്ല. നിങ്ങളുടെ വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമാണ്. വാപ്പയുടെ കടം വീടി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ അനന്തരം എടുക്കാൻ തന്നെ പാടുള്ളൂ. സമ്പത്ത് മുഴുവൻ വീട്ടിയാലും അനന്തരം വീടിൽ ആ വാപ്പയുടെ കടം വീടില്ലെങ്കിൽ 5 പൈസ പോലും അനന്തരം എടുക്കാതെ വാപ്പയുടെ കടം വീട്ടാൻ ബാധ്യസ്ഥരാണ്. അനന്തരം എടുക്കാൻ അവകാശമുള്ള മുഴുവൻ ആളുകളും. അവർ സമ്പത്തെടുക്കരുത്, കടമാണ് വീട്ടേണ്ടത്. ചിലര് പറയും, ഞങ്ങൾക്കറിയില്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ വിളിച്ചു പറയും, മയ്യത്തിന് വേണ്ടി ആർക്കെങ്കിലും കടണ്ടോ? മൂത്ത ജ്യേഷ്ഠനെ പോയി കാണണം, മൂത്ത മോനെ പോയി കാണണം, ഇന്ന അനുജനെ പോയി കാണണം, ഇളാപ്പയെ കാണണം. നിസ്കാരം കഴിഞ്ഞെന്നാൽ അതൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണോ പറയേണ്ടത്? ഒരു മയ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് ആ മയ്യത്തിന്റെ കടം വീട്ടിയില്ലെങ്കിൽ ആ മയ്യത്ത് അദാബിലാണ്. മുത്തുനബി തങ്ങൾ അബൂ ഖതാദ തങ്ങളോട് 2ാമത്തെ ദിവസം ചോദിച്ചു വീണ്ടും, അബൂ ഖതാദ, കടം വീട്ടിയോ? വീട്ടി നബിയെ. അൽആന ബറദത് ജിൽദുഹു, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്കൊരു തണുപ്പ് കിട്ടിയത് കടം വീടിയപ്പോ. കാന ഫീ ഹറാറത്തിൽ ഹിസാബ്, അർത്ഥം അതാണ്, ഹിസാബിന്റെ വിചാരണയുടെ ചൂടിലായിരുന്നു. ഈ ഹദീസ് നൽകുന്ന ആശയം എന്താണ്? ഇതിന്റെ ആശയം? നമ്മൾ ചെയ്തത് മാത്രമേ കിട്ടൂ എങ്കിൽ ആ മനുഷ്യന് പകരം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അയാളുടെ കുടുംബക്കാരനല്ല, പെങ്ങളെ കെട്ടിയ അളിയനല്ല, എളാപ്പയുടെ മൂത്താപ്പയുടെ ഒരു ബന്ധവും കുടുംബ ബന്ധമായിട്ടില്ല, വിവാഹ ബന്ധവുമായിട്ടില്ല. മരിച്ച മയ്യത്ത് ആ മയ്യത്തുമായി ഒരു കുടുംബ ബന്ധവുമില്ലാത്ത ഈമാനിന്റെ ബന്ധമുണ്ടായതിന്റെ പേരിൽ, ഈമാനികമായ ബന്ധം ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ബന്ധമാണല്ലോ, അതിന്റെ പേരിൽ ചെയ്ത കടം വീട്ടിയത് ആ മനുഷ്യന് ഉപകാരപ്പെട്ടു എങ്കിൽ അല്ലാഹുമായുള്ള കടബാധ്യതകളും മുഅ്മിനീങ്ങൾ അവർക്ക് പകരം ചെയ്താൽ അത് വീടും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു. കടം ബാക്കി വെച്ച് മരിച്ചുപോയവർക്ക് മുത്തുനബി തങ്ങൾ നിസ്കരിക്കാറില്ല. ഏത് കാലം വരെ? അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു സമ്പത്ത് കൊടുക്കുന്നവരെ. യുദ്ധങ്ങൾ ഉണ്ടാവുകയും യുദ്ധമുതലുകൾ ഉണ്ടാവുകയും ചെയ്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് സമ്പത്ത് വന്നപ്പോ നബി തങ്ങൾ അത് നിർത്തി. അല്ലാഹുവിന്റെ റസൂൽ ആര് മരിച്ചാലും പിന്നെ നിസ്കരിക്കും. അവരുടെ കടം ഹബീബ് വീട്ടുകയാണ് ഉണ്ടായിരുന്നത്. അത് റസൂലുള്ളാഹിന്റെ ഒരു കരുണയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചോദിക്കും, ഹൽ അലൈഹി ദൈനുൻ, കടമുണ്ടോ?
കടം വീടിയില്ലെങ്കിൽ നബി നിസ്കരിക്കൂല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിൻ അല്ലാഹു സമ്പത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുത്തപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിനോടും ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. മൻ തറക മാലൻ ഫലിവറസതിഹി, ആരെങ്കിലും സമ്പത്ത് ബാക്കി വെച്ചാൽ അത് അവരുടെ അനന്തരാവകാശികൾ എടുത്തോട്ടെ. വമൻ തറക ദൈനൻ വളയാഅൻ ഫഇലയ്യ വഅലയ്യ, ആരെങ്കിലും കടം ബാക്കി വെച്ചാൽ, ആർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്, എന്റേതാണ്, ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് നബി തങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആദ്യകാലങ്ങൾ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. കടമുണ്ടെങ്കിൽ അത് വീടാൻ നബി തങ്ങൾ കാത്തിരിക്കും, എന്നിട്ടേ നിസ്കരിക്കും മയ്യത്തിന്. പിന്നെ നബി തങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്ത തങ്ങൾ പറഞ്ഞു, ഏതൊരു മുഅ്മിനോടും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ആര് മരിച്ചാലും സമ്പത്തുണ്ടോ മക്കളെടുത്തോട്ടെ, സമ്പത്തില്ലേ കടമുണ്ടോ, കടം ഞാൻ ഏറ്റെടുത്തു എന്ന് ഉമ്മത്തിന് വേണ്ടി ഏറ്റെടുത്ത റഹ്മത്തുൽ ലിൽ ആലമീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം ഉമ്മത്തിന് അറിയിക്കുന്ന ഹബീബിൻ അല്ലാഹുവിന്റെ മെസ്സഞ്ചറാണ്, അല്ലാഹുവിന്റെ റസൂലാണിത്. അല്ലാഹുവിന്റെ ആകാശലോകങ്ങൾക്കപ്പുറത്തെ അല്ലാഹുവിന്റെ മലഉൽ അലായുടെ വിവരങ്ങൾ ഹദീസിലൂടെയും വിശുദ്ധ വചനങ്ങളിലൂടെയും നമുക്ക് എത്തിച്ചു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ആ ഹബീബായ നബി എന്താണ് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കടം വലിയൊരു ബാധ്യത തന്നെയാണ്. കടം വീട്ടേണ്ടത് അനന്തരാവകാശ അതിന് തയ്യാറല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങൾ ആ മയ്യത്തിന് പകരം അത് വീട്ടിയിരിക്കണം. തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നബിയോട്, നബിയേ, എന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും മരണപ്പെടുകയും ചെയ്ത് ഞാൻ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. രണ്ടാമത് ചോദിച്ചു, നബിയേ, ഞാൻ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മരിച്ചാൽ എനിക്ക് സ്വർഗമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത് തവണയും ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗമുണ്ട്, പക്ഷേ ഇല്ലാ ഇദാ കാന അലൈക ദൈനുൻ ലൈസ ഇൻദക വഫാഉഹു, കടം വീടാൻ വകുപ്പില്ലാതെ ബാക്കി വെച്ച കടമായിട്ട് നിന്നാൽ, അത് വീടാനുള്ള സമ്പത്ത് നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശമില്ല. ഷഹീദായ മനുഷ്യന് പോലും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കടം വീടണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം മനുഷ്യരുമായുള്ള ബന്ധം, ഹക്കടപാടുകൾ അല്ലാഹു തആല വിട്ടുതരില്ല, മനുഷ്യര് പുറത്തു കൊടുക്കുന്നവരെ. എന്നാൽ അല്ലാഹു മനുഷ്യരും തമ്മിലുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലെയുള്ള വിഷയങ്ങള് അല്ലാഹു തആല വേണമെങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കാം. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. കടം മനുഷ്യരുമായുള്ളത് അത് അവര് വീട്ടിയേ പറ്റൂ. ഇതാണ് ശറഇന്റെ നിയമം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബനാ റസൂലുള്ളാഹി തങ്ങൾ മരിച്ച മയ്യിത്തിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അതിലാദ്യമായി നമ്മൾ പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുആ ചെയ്യുക. രണ്ടാമത്തേത് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം. ആ കൂട്ടത്തിൽ സ്വതക്ക ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ്. മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക നമ്മുടെ വാദകളിൽ, പ്രഭാഷണങ്ങളിൽ, റൂസ് പരിപാടികളിൽ ഒക്കെ അല്ലാഹുവേ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു. അവർക്ക് ഗുണം കിട്ടാൻ, അവർക്ക് പ്രതിഫലം കിട്ടാൻ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നു. ആ ഒരു നന്മ ഹബീബായ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. എവിടുന്ന് ലഭിച്ചു അത്? ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി ഇഫ്തലതത് നഫ്സഹാ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയേ. ഒരു അസുഖമില്ലായിരുന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി നബിയേ. എനിക്ക് തോന്നുന്നു നബിയേ, എന്റെ ഉമ്മ ഒരു അസുഖമായി കിടക്കുന്ന കിടപ്പ് ഒരു ദിവസമെങ്ങാനും കടന്നിരുന്നെങ്കിൽ എന്റെ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു. മക്കളെ, ഉമ്മാന്റെ സ്വത്ത്, ഉമ്മായുടെ മാല, ഉമ്മയുടെ കാതില, ഉമ്മായുടെ പാദസരം, ഉമ്മയുടെ ആഭരണം പള്ളിക്ക് കൊടുക്കണം, ദീനിന് കൊടുക്കണം. ഇങ്ങനെ എന്തെങ്കിലും എന്റെ ഉമ്മ വസിയത്ത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നബിയേ. പക്ഷേ അതിന് സാധിക്കാതെ എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി
പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ തങ്ങളോട് അവരെ ചോദിക്കുകയാണ്, അയംഫഉഹാ ഇൻ തസദ്ദഖ്തു അൻഹാ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ എൻ്റെ ഉമ്മാക്കത് ലഭിക്കുമോ? എൻ്റെ ഉമ്മ മരിച്ചുപോയി, ഉമ്മ ചെയ്യാൻ സാധ്യതയുള്ളൊരു നന്മയാണത്, പക്ഷെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാനത് ചെയ്താൽ എൻ്റെ ഉമ്മാക്ക് ഉപകാരപ്പെടുമോ എന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖാല നഅം, നഅം, തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ ഉമ്മാക്കത് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് 6 സ്വഹീഹിന്റെ കിതാബിലുമുണ്ട്.